PV അൻവർ MLA ആണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ വിവാദമാണ് EP ജയരാജൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്. അതിലെ താങ്കളെ കോട്ട് ചെയ്തൊരു കാര്യം പറയുന്നുണ്ട്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വന്നവർ വയ്യാവേലിയാകും, PV അൻവർ ഒരു പ്രതീകമാണെന്ന്. EP ജയരാജുമായി എനിക്ക് ഉള്ള ബന്ധം കഴിഞ്ഞ 16 വർഷമാണ്. സഖാവ് EP ഒരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല എന്ന് തുടക്കം മുതൽ രാവിലെ എന്നെ വിളിച്ച അന്വേഷണത്തിലൂടെ ഞാൻ പറഞ്ഞു. കാരണം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് അന്നും ഇന്നും അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ പല തവണ ഒന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വർഗീയ പരാമർശം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് കൃത്യമായി അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹം ഈ കാര്യങ്ങളെ അറിയില്ല, അദ്ദേഹം അങ്ങനെ ഈ കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല, DC ബുക്സുമായിട്ട് അങ്ങനെ ഒരു കരാറുണ്ടാക്കിയിട്ടില്ല. ഇതിൽ വലിയ ഒരു ഗൂഢാലോചനയും ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇവിടെ വലിയ അടിയൊഴുക്ക് നടക്കുകയാണ്. NK സുധീർന്ന് വിജയിക്കാൻ പോവുകയാണ്. 50% വോട്ട് CPM-ൽ നിന്ന് നമുക്ക് ഒഴുകി വരുന്നുണ്ട്. ഇത് CPM മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ന്യൂനപക്ഷ വോട്ട് തടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നലും ആർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ CPM വോട്ടുകളെ തടുക്കാൻ എന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുക, അതും തെരഞ്ഞെടുപ്പ് ദിവസം. അപ്പോൾ അതിനവർ കണ്ടെത്തിയ മാർഗം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ മാർഗ്ഗമാണ്. DC ബുക്സിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കുന്നു. P ശശിയുടെ ഏറ്റവും വലിയ കുബുദ്ധി ഇതിൽ പ്രവർത്തിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിൻ്റെ പിന്നിൽ. റിയാസ് അതിൽ എന്തായാലും ഇട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് വളരെ വിഭിന്നമായ മോശപ്പെട്ട ഗവേണൻസാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് ഈ നാട്ടിൽ ജനങ്ങൾ അവരുടെ അനുഭവ സമ്പത്താണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. വിപരീതമാണ് ഒന്നാം പിണറായിൽ നിന്ന്. അതിപ്പോൾ EP പറയണമെന്നില്ല, ജനങ്ങൾക്കറിയാം. ഇവിടെ സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്ലാൻ എന്താണ്? മരുമകനെ മുഖ്യമന്ത്രിയാക്കി പ്രതിഷ്ഠിച്ച് കൊണ്ടുവരണം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ചേലക്കരയിൽ നടക്കുന്നത്. ഇദ്ദേഹത്തിന് റിയാസിന് കയറി വരണമെങ്കിൽ എന്ത് വേണം? പാർട്ടിയിലെ ജനാഭിപ്രായമുള്ള നേതാക്കന്മാരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് മെല്ലെ നീക്കണം. അതിൻ്റെ രക്തസാക്ഷിയാണ് EP. EP എന്തിനാണ് പുറത്താക്കിയത്? വഴിയിലൂടെ പോകുന്ന ഒരു BJP മന്ത്രി അവിടെ കയറി ചായ കുടിച്ചതിനാണ്. RSSൻ്റെ പാളയത്തിൽ കിടന്നുറങ്ങുന്ന മുഖ്യമന്ത്രിയും P ശശിയും അജിത് കുമാറും കേരളം കണ്ടതാണല്ലോ. ആ പൂരം കലക്കിച്ച് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകി ADGP അജിത് കുമാറിനെ പറഞ്ഞു വിട്ട് പൂരം കലക്കിച്ച് RSSനും BJPക്കും ഒരു പാർലമെൻറ്റ് സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് 4-5 മാസമായിട്ടുള്ളൂ. ജനങ്ങളിത് ചർച്ച ചെയ്യാണ്. ആ പിണറായിയാണ് ആരെ EP-യെ വഴിയിൽ പോകുന്ന ഒരാളൊന്നും ചായ പിടിച്ചത്. EP-യുടെ സ്വഭാവം നമുക്കറിയാം. പൂർണ്ണമായും ഈ സീറ്റ് തിരിച്ചു പിടിക്കുകയും EP-യെ പരിപൂർണമായും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന P ശശിയുടെ കുബുദ്ധി തന്നെയാണ് പ്രവർത്തിച്ചത്. അദ്ദേഹം ഇപ്പോൾ കേസ് കൊടുക്കാൻ പോകാണല്ലോ എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. ഒന്ന്, ഇവിടുത്തെ ഭൂരിപക്ഷങ്ങളുടെ വോട്ട് പിടിക്കുക, എന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുക. 2, EP എപ്പോഴും പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം നിലപാടെടുക്കുന്ന പാർട്ടി വിരുദ്ധനായിട്ടുള്ള പാർട്ടി ലീഡർഷിപ്പാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഈ പാർട്ടി അണികൾക്കിടയിൽ അദ്ദേഹത്തെ മോശപ്പെടുത്തുക. ഈ 2 ഉദ്ദേശമാണ് ഇതിലുള്ളത്.